മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഹൃദയാൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ ആകുലതകളിലേക്ക്, ആശങ്കകളിലേക്ക്, ഭയപ്പാടുകളിലേക്കെല്ലാം ഇറങ്ങി വരുന്ന സമയമായിട്ടിത് മാറണം. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ വിളിച്ചിറക്കുന്ന സമയമായിട്ടിത് മാറണം. അവരാഗ്രഹത്തോടും ആ ദാഹത്തോടും നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒത്തിരി മക്കൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നറിയാമോ? ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമായ പ്രശ്നങ്ങളിലൂടെയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ കടന്നു പോകുന്നത്. പുറമെ എല്ലാം സുന്ദരമാണ്, പുറമെ എല്ലാം മനോഹരമാണ്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലായിടത്തും ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൻ്റെ യഥാർത്ഥ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കുടുംബങ്ങൾ കടന്നു പോകുന്നത്. 10-20 വർഷങ്ങൾക്ക് ശേഷവും ചില ദാമ്പത്യങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കൾ പറഞ്ഞനുസരിക്കുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ലക്ഷങ്ങളും കോടികളുടെ ബാധ്യത കഴിഞ്ഞ 2-3 വർഷം കൊണ്ടൊക്കെ ചില കുടുംബങ്ങളിലായി. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുപിടുത്തമില്ല. ഐക്യമില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. കുടുംബങ്ങളെല്ലാം പ്രത്യേകിച്ച് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഒരു ആത്മീയ അവസ്ഥ മാത്രമല്ല, ഭൗതിക അവസ്ഥകളെല്ലാം സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകളൊക്കെ സമർപ്പിക്കാം, വരുമാന മാർഗങ്ങളൊക്കെ സമർപ്പിക്കാം. ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ കുടുംബമായിട്ട് അസ്വസ്ഥതകൾ നേരിടുന്നത്, അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ടാകും, നിങ്ങളുടെ തന്നെ മക്കളുടേതാകാം, കൂടപ്പിറപ്പുകളുടേതാകാം, നിങ്ങളറിയാവുന്ന മറ്റാരുടെങ്കിലൊക്കെ കുടുംബങ്ങൾ രക്ഷ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇന്നിന്ന പ്രശ്നങ്ങൾ ആ കുടുംബങ്ങളിലുണ്ട്, ഇന്നിന്ന പ്രതിസന്ധികളിലൂടെ ആ കുടുംബം കടന്നു പോകുന്നുണ്ട്. വിവാഹപ്രായമായ മക്കളൊക്കെ ചില കുടുംബങ്ങളിൽ നിൽക്കുന്നുണ്ട്. 10, 28, 30, 40 ഒക്കെ വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ചില വ്യക്തികൾ കുടുംബങ്ങളിലുണ്ടാകാം. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം. ചില നിരീശ്വരവാദ ചിന്തകളിലേക്ക്, സ്വതന്ത്ര ചിന്തകളിലേക്കൊക്കെ കടന്നു പോയിട്ട് അതിൻ്റെ സ്വാധീനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകാം. വിശ്വാസം ക്ഷയിച്ചു പോയവർ, പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ താല്പര്യം നഷ്ടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയാം. സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രമല്ല ഇത്, എത്രയോ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? സ്വന്തം കൂടപ്പറപ്പുകൾ തമ്മിൽ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരു പായൽ ഇന്നലകളിൽ കിടന്നുറങ്ങുകയും ചെയ്ത രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിച്ച് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? അവിടെ എങ്ങനെ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും? അവിടെ എങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാവും? പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ സമാനമാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമല്ല, സമാനമായ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മളല്പം ത്യാഗമൊക്കെ സഹിച്ച് അല്പം ശരീരത്തിൽ വേദനകളൊക്കെ എടുത്തെടുത്ത് ഈ രാത്രികാലം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും, നമുക്ക് ഏതെല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വചനം എങ്ങനെയാണ് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 33 വചനം, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവന് അവിടുന്ന് രക്ഷിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് ആ കുടുംബങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ല എന്നും ആപത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളെല്ലാം
കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ സംരക്ഷണത്തിലും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവീക സംരക്ഷണത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദാമ്പത്യങ്ങൾക്കും മക്കൾക്കും തലമുറകൾക്കും എതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശത്രുവിൻ്റെ ഒരു വ്യാപാരങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ കടന്നു വരാത്ത രീതിയിൽ ഒരു ദൈവിക സംരക്ഷണം ആഗ്രഹിച്ച് എല്ലാ മക്കളൊന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ ഈ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം കുടുംബങ്ങളെ ഓർത്ത് ഈ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. കർത്താവേ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെയും ഇതാ ഞങ്ങൾ ആത്മന വിശ്വാസത്തിൽ ഈ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ശത്രുവിന്റെ സകല വ്യാപാരങ്ങളും തകർന്നു പോകട്ടെ. പിശാചിന്റെ സകല കെണികളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ ഇവരെ പൊതിഞ്ഞു പിടിക്കണമേ. ഈ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ അസ്വസ്ഥതകളും അഴിയട്ടെ, എല്ലാ തകർച്ചകളും അഴിയട്ടെ, എല്ലാ ബാധ്യതകളും കർത്താവേ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി എല്ലാ മക്കളും ഉച്ചത്തിൽ വിളിക്കാവോ. ഈശോയേ എന്ന് വിളിച്ച്, ഈശോയേ, ഈശോയേ, ഈശോയേ എന്ന് വിളിക്ക്. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ കാണുന്നു. ഭവനത്തിന്റെ 4 അതിരുകളും നിന്റെ തിരുരക്തം കൊണ്ട് കോട്ട തീർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശത്രുവിന് പ്രവേശിക്കാൻ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളെ വിശുദ്ധീകരിക്കണമേ. മലിനമായി പോയ അന്തരീക്ഷമുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കണമേ. ഭിന്നതയുള്ള അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥനയില്ലാത്ത അന്തരീക്ഷമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെങ്കിൽ കർത്താവേ, ആ കുടുംബത്തിന്റെ അവസ്ഥകളെ നീ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അൾത്താരയിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ രാത്രികാലം നീ ഇറങ്ങി നടക്കണമേ. ഈശോയേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നീ ഇറങ്ങി നടക്കണമേ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ ആണിയൽ പഠിച്ചെടുത്തു. പാപത്താൽ പറയപ്പെട്ട എന്നെ നിന്റെ പണിയൽ പിടിച്ചെടുത്തു. പാവന നീളം തന്ന് പാപത്തിൻ കറപോക്കി, പാവന നീളം തന്ന് പാപത്തിൻ കറപോക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും.
ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വലതുകരം ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനസ്സ് ഭാരപ്പെട്ട് നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, കരുണയോടെ ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ നീ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈ കുടുംബങ്ങളെ നീ ഇപ്പോൾ തന്നെ വിട്ടുവീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം കടന്നു പോകുന്ന അസ്വസ്ഥതകള്, അസമാധാനം, സാമ്പത്തിക തകർച്ചകള്, എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥകള്, ഒന്നിലും അഭിവൃദ്ധിപ്പെടാൻ പറ്റാത്ത അവസ്ഥകള്, കർത്താവേ, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചലിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അധികാരത്തോടെ കൽപ്പിക്കുന്നു. യേശുവിന്റെ അധികാരത്തോടെ കൽപ്പിച്ച് ശാസിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കുക, അല്ലാത്തവര് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊള്ളുക. നമ്മൾ വളരെ പ്രത്യേകമായ ഒരു വിഷയം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന മേഖലകൾ, ഒത്തിരി മേഖലകളിൽ തടസ്സങ്ങളുള്ളവരുണ്ട്. ഒത്തിരി മക്കൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്തത്ര നിയോഗങ്ങൾ ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുമുണ്ട്. അവരെല്ലാം നമുക്ക് ആത്മനാ ഈശോയെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആലയത്തോട് ചേർന്ന് പ്രത്യേകിച്ച് അനുദിന ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തടസ്സങ്ങളുള്ളവർ, ഇപ്പോൾ ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഈ രാത്രികാലം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നത്, ആ മേഖലകളെ ഇപ്പോൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിച്ച്. ജോലി മേഖലയിൽ തടസ്സങ്ങളുള്ളവരുണ്ടോ, ആ അവസ്ഥകളെ കൊടുക്കുക. നിങ്ങളുടെ തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ കുടുംബത്തിന് മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാകാം. അവരെ പേരുകൾ പറഞ്ഞിപ്പോൾ പ്രാർത്ഥിക്കുക. പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് തടസ്സമുണ്ടോ, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് പഠിക്കുന്ന കാര്യത്തിൽ പിള്ളേർക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല, താല്പര്യം പോലും ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. മൊബൈൽ ഫോണും വീഡിയോ ഗെയിമും കാർട്ടൂണും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉടക്കി കിടക്കുന്നുണ്ട്. പഠന മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ടോ, അവസ്ഥകളെ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചൂസ് ചെയ്യണമെന്നറിയില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു പോകുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ പലവട്ടം എഴുതി പരാജയപ്പെട്ട് നിൽക്കുന്നവർ, മുന്നോട്ട് പോകാത്ത അവസ്ഥകൾ, IELTS OET പരീക്ഷകൾ, ജർമ്മൻ പരീക്ഷകൾ, അങ്ങനെയൊക്കെ പല വിഷയങ്ങളും പലവട്ടം എഴുതിയിട്ട് പാസ്സാകാത്തവരുണ്ട്. സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്സായി ഒരു വിസയ്ക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവർ, 2-3 മാസം കൊണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് 6-7-8 മാസമായിട്ട് ഒരു അനക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, പഠിത്തം കഴിഞ്ഞിട്ടും വിദേശ രാജ്യങ്ങളിൽ പല യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് കിട്ടാത്ത അവസ്ഥകൾ ഒക്കെ ഉണ്ടാകാം. പക്ഷേ വിദേശത്ത് ചെന്നിട്ടാണെങ്കിലും ഒന്ന് സെറ്റിലാകാൻ പറ്റുന്നില്ല, ഒരു ഭവനം കിട്ടാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പഠന മേഖലകളിൽ വല്ലാത്ത ഞെരുക്കങ്ങൾ ഒക്കെ അനുഭവപ്പെടുന്നവരുണ്ടാകാം. PR കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോരേണ്ട അവസ്ഥകൾ. ഈശോയെ, ഏതെല്ലാം മേഖലയിൽ മക്കൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തടസ്സങ്ങളുള്ളവരുണ്ടാകാം. വാങ്ങലിനും വിൽപ്പനയ്ക്കൊക്കെ തടസ്സങ്ങളുള്ളവരുണ്ട്. വീട് വിൽക്കാൻ തടസ്സം, വാങ്ങാൻ തടസ്സം, വാഹനം വിൽക്കാൻ വാങ്ങാൻ തടസ്സങ്ങൾ, പറമ്പിൻ്റെ വിൽപ്പന തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് ഒത്തിരി സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ടാകാം. ഈശോരെല്ലാം പ്രത്യേക സമർപ്പിക്കും. വിവാഹത്തിൻ്റെ മേഖല തടസ്സങ്ങളുള്ളവർ
കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സങ്ങൾ നേരിടുന്നവർ, ആത്മീയ ജീവിതത്തിലും തടസ്സങ്ങളുള്ളവരുണ്ടാകും. പ്രാർത്ഥിക്കാൻ പറ്റണില്ല, വചനം വായിക്കാൻ തോന്നണില്ല, കുമ്പസാരിക്കാൻ പറ്റണില്ല, വിശുദ്ധ കുർബാനയെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഒക്കെ നേരിടുന്നവരുണ്ടാകാം. ഒരു ആത്മീയ മരവിപ്പും മന്ദതയൊക്കെ അനുഭവപ്പെടുന്നവർ, നിങ്ങളുടെ അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ഇരുകരങ്ങൾ നിങ്ങളുടെ തന്നെ ശിരസിലേക്ക് എടുത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. മക്കളെയാണ് നിങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ, നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ശിരസിലല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ വെച്ചാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. മറ്റാരെങ്കിലുമൊക്കെയാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ, ചില ചെറുപ്രായത്തിൽ രോഗികളായി തീർന്നവർ മരുന്ന് കഴിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത അവസ്ഥകൾ ഒക്കെ ഉണ്ടാകാം. അവസ്ഥകളിലേക്കെല്ലാം കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്ന സമയമാണ്. ഈ നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കൾ ഇവരാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർ, ഇവരുടെ കുടുംബാംഗങ്ങൾ, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരെല്ലാം ഈശോയെ നിന്റെ വലതുകരം വെച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ ശത്രു ഉയർത്തിയ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകട്ടെ. തടസ്സങ്ങൾ കാരണം ആന്തരിക മനുഷ്യന് മുറിവേറ്റവർ ഇതിനകത്തുണ്ട്. നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്. പലവട്ടം പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ വന്നപ്പോൾ നിരാശയിലേക്ക് തള്ളിയിട്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയവർ, ദൈവനിഷേധത്തിലേക്ക് പോയവർ, അവിശ്വാസത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോയവരുണ്ടാകാം. കർത്താവേ, ഇവരനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ ഈ മക്കൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ആ മേഖലകൾ യേശുവിൻ്റെ അധികാരത്തിൽ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് നിന്റെ വലതുകരം വെച്ച് അവയെല്ലാം ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു. ചെങ്കടലിനെ വിഭജിച്ച കർത്താവെ, ഇവരുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ വിഭജിക്കപ്പെടട്ടെ നിന്റെ പരിശുദ്ധ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, വെളിപാട് 12:11 അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്, ലൂക്കാ 9:1-2 അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്, മത്തായി 18:18 അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കളെ, കുടുംബങ്ങളെ, ഇവരിപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് ആ തടസ്സങ്ങൾ നിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഇവരിൽ നിന്നും, ഇവിടെ കുടുംബങ്ങളിൽ നിന്നും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കാണാൻ കർത്താവ് നീ ഇടവരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ഈ അനുഗ്രഹം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നേരിടുന്ന തടസ്സങ്ങളുടെ കെട്ടുകൾ അഴിയുന്ന സമയമാണ്. കർത്താവ് മക്കളെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവെ, പലവിധ മേഖലകളിൽ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് മനസ്സ് നീറി കഴിയുന്നവര്, കർത്താവെ, ഹൃദയം വിങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവര്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങള്, യേശുവേ, 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 കരുണയോടെ കാണണമേ. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ രോഗികളായി തീർന്നതിന്റെ വേദന പേറുന്നവര്, യേശുവേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ അത്ഭുതകരമായ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളുടെ മേൽ നീ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കർത്താവേ, ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്വസ്ഥാനങ്ങളിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കുക. മടിയിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പലവിധ രോഗങ്ങളുടെ നടുവിൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. ഈശോയ്ക്ക് മാത്രമേ നമ്മളെ ചില രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം തരാൻ പറ്റൂ. ശരീരത്തിൻ്റെ രോഗങ്ങൾ മാത്രമല്ല, മനസ്സിൻ്റെ രോഗങ്ങളുണ്ട്. നമുക്ക് ആത്മീയ രോഗങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. ഇന്ന് 3 മേഖലകളിലും ഒരുപോലെ സൗഖ്യം തരാൻ ഈശോയ്ക്ക് പറ്റും. ഉണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സൗഖ്യത്തിൻ്റെ അരികെയാണ്, ചാരയാണ്. സുഖപ്പെടുത്തുന്ന കർത്താവ് അൾത്താരയിലുണ്ട്. ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ രോഗമുണ്ടോ ആ രോഗാവസ്ഥകളിലേക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും അതിരം തുറന്ന് സ്വരമുയർത്തി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, നിന്റെ തിരുമുറിവിൽ നിന്നും നിന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാലുള്ള സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നിന്റെ തിരുരക്തം കൊണ്ട് നീ കഴുകണമേ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നിന്റെ തിരുരക്തം കൊണ്ട് നീ ഇപ്പോൾ കഴുകണമേ. രോഗബാധിതമായിരിക്കുന്ന എല്ലാ ശരീര ഭാഗങ്ങളെയും നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, നിന്റെ മുറിവിനാൽ സൗഖ്യമുണ്ടെന്ന് നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടും ആ ധൈര്യത്തോടും കൂടെ കർത്താവായ ഈശോയെ, നീ വാഗ്ദാനം ചെയ്ത സൗഖ്യമേറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ. മനസ്സിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, അമിതമായ ദുഃഖത്തിൽ നിന്നും അകാരണമായ ഭയത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യബുദ്ധിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും അമിത ദേഷ്യ സ്വഭാവത്തിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങൾക്കും നീ സൗഖ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനസ്സിനെയും നിന്റെ സ്നേഹത്താൽ നീ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് അല്പം യാചനാപൂർവ്വം പിടിച്ച് ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് ശാരീരിക സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ, മനസ്സിൻ്റെ ഏതെല്ലാം തലങ്ങളിൽ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ, ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം, മനസ്സിന് മുറിവേറ്റതിൻ്റെ ഭാരം പേറുന്നവരുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, സങ്കടങ്ങൾ, അമിത ദുഃഖം, ഭയപ്പാടുകൾ, ആശങ്കകൾ, ആകുലതകൾ
നല്ല സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനായിട്ട് ഈശോയോട് ചേർന്നിരിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവിൽ വാഗ്ദാനം ചെയ്ത സൗഖ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങും. ആ വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കഠിനമായ രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്, ശരീരത്തിൽ ട്യൂമറുകൾ ഉള്ളവരുണ്ട്, ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ട്. കർത്താവേ, നീ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിൽ അസുഖമുള്ള മക്കളുണ്ട്, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുഴകൾ പ്രത്യക്ഷപ്പെട്ട അവസ്ഥകളിലൂടെ അതേക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഈശോയെ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോയെ, ഹാർട്ടിൻ്റെ അസ്വസ്ഥതകൾ, കർത്താവെ, ഹാർട്ട് ഒരുപക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷനിലായിരിക്കുന്ന മക്കളുണ്ടാകാം. കർത്താവെ, ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവരുണ്ടാകാം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളോട് കടന്നു പോകുന്നവരുണ്ടാകാം, പെട്ടെന്ന് കിതയ്ക്കുന്ന അവസ്ഥകളുള്ളവരുണ്ടാകാം. ഈശോയെ, നിൻ്റെ തിരരക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ നിരന്തരമായി കൊണ്ട് നടക്കുന്ന ചില രോഗപീഠകൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതിൻ്റെയൊക്കെ അസ്വസ്ഥതകളുടെ നടുവിലായിരിക്കുന്നവരുണ്ടാകാം. ശരീരത്തിന് തളർച്ചയുള്ള മക്കളുണ്ടാകാം. കർത്താവ്, ചില വാദ സംബന്ധമായ രോഗപീഠകൾ, അപസ്മാര രോഗികൾ, കർത്താവ്, ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ തിരുരക്തം ഇവരിലേക്ക് ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷയസംബന്ധമായ രോഗപീഠകൾ, ഹെർണിയ രോഗികളുണ്ടാകാം, അൾസർ സംബന്ധമായ രോഗാവസ്ഥകൾ മൂലം വേദനിക്കുന്നവരുണ്ടാകാം, വായുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും പൊട്ടുന്ന അവസ്ഥ, വായി പുണ്ണ് വരുന്ന അവസ്ഥകളുള്ളവരുണ്ടാകാം, ന്യൂമോണിയ മൂലം വേദനിക്കുന്നവരുണ്ടാകാം, ശരീരത്തിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട ചില സോറിയാസ് അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, വെള്ളപ്പാണ്ടിൻ്റെ അസ്വസ്ഥതകൾ, കർത്താവെ, ശരീരത്തിലെ അലർജി സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിൻ്റെ ചില മരവിപ്പുകൾ, കർത്താവെ, നീ ഏറ്റെടുത്ത് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗികളെ, കർത്താവെ, നീ പ്രത്യേകം സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകൾക്കും നീ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരമാകമാനം നീരുള്ള മക്കളുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലിരുന്ന് കട്ടിലകളിൽ കടന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം, ശരീരം തളർന്നുപോയ മക്കളുണ്ടാകാം, എഴുന്നേക്കാൻ പോലും പറ്റാതെ തളർന്നുപോയവരുണ്ടാകാം. ഈശോയെ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ഹോസ്പിറ്റലുകളിലും വെന്റിലേറ്ററുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും ആയിരിക്കുന്നവരുണ്ട്. കർത്താവേ, സൗഖ്യം നൽകുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത പനിയുള്ളവർ, വിട്ടുമാറാത്ത ജലദോഷം, തുമ്മലൊക്കെ ഉള്ള മക്കളുണ്ടാകാം. കർത്താവേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൈനസൈറ്റിസിൻ്റെ രോഗപീഠകളുള്ളവർ, മൈഗ്രെയിൻ രോഗം മൂലം വേദനിക്കുന്നവർ, ഉദരസംബന്ധമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ, തൈറോയിഡ് രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നിങ്ങളുടെ രോഗാവസ്ഥകളെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് ഈ നിമിഷം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവേ, ശരീരത്തിൽ ചില ശാരീരികമായ വേദനകളുള്ളവർ, കൈകാൽ മുട്ടുകൾക്ക് വേദനകളുള്ള മക്കളുണ്ടാകാം, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ളവർ, കേൾവി സംബന്ധമായ അസ്വസ്ഥതകളുള്ളവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. 4-5 വയസ്സായിട്ടും സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ കർത്താവെ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞരമ്പ് സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ, നടുവേദന, ശക്തമായ നടുവേദന ഉള്ളവർ, അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഈശോയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരൾ സംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ, ആമാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, വയറ്റിൽ അസുഖങ്ങളുള്ളവർ, കർത്താവെ, വൃക്ക സംബന്ധമായ രോഗപീഠകളുള്ളവർ, ഗർഭാശയ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, മൂത്രാശയ സംബന്ധമായ രോഗാവസ്ഥകളുള്ളവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കുടലില് അസുഖങ്ങളുള്ളവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത തലവേദനയുള്ള മക്കൾക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലച്ചോറ് സംബന്ധമായ രോഗങ്ങളുള്ളവര്, ബ്രെയിൻ ട്യൂമറുകളുള്ളവര് ഈശോയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരം പല്ലുവേദന വരുന്ന മക്കള്, മോണ സംബന്ധമായ രോഗങ്ങളുള്ളവര്, കണ്ണിന്റെ അസ്വസ്ഥതകളുള്ളവര്, തൊണ്ട സംബന്ധമായ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നവര് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടലോസിസ് രോഗികളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എപ്പോഴും പുറം വേദന അനുഭവപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മാനസികമായ അസ്വസ്ഥതകളുള്ളവര്, മാനസിക ആരോഗ്യക്കുറവുള്ളവര്, കർത്താവെ, ഡിപ്രഷൻ രോഗികളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ രോഗങ്ങളോടൊപ്പം ആരുടെയൊക്കെ രോഗാവസ്ഥകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് നമ്മോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവര്, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവര്, വെന്റിലേറ്ററിൽ ഓപ്പറേഷൻ വിധേയരായിക്കൊണ്ടിരിക്കുന്നവര്, കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. യേശുവേ, നിന്റെ മുറിവേറ്റ കരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ തിരിച്ചോര ഈശോയെ ഇപ്പോൾ ഈ മക്കളുടെ മേൽ വെച്ച് ചെറുതും വലുതുമായ എല്ലാ രോഗപീഠകളിൽ നിന്നും സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗത്തിന്റെ കെട്ടഴിയട്ടെ, രോഗത്തിന്റെ കെട്ടഴിയട്ടെ, പാരമ്പര്യ രോഗത്തിന്റെ കെട്ടഴിയട്ടെ, തലമുറ ശാപ രോഗപീഠകൾ ഇപ്പോൾ ദൂരമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ കർത്താവേ, സൗഖ്യം നൽകണമേ എന്ന് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് ഈശോ വാഗ്ദാനം ചെയ്ത ശാരീരിക സൗഖ്യം ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിച്ച് സ്വന്തമാക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന. തിരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ താങ്ങിയെന്നെ തിരുകരത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. കരങ്ങൾ രണ്ടും ഉയർത്തി അതരം തുറന്ന് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ രക്തം തളിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഏത് രോഗത്തിനുമുള്ള സൗഖ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട മരുന്നാണ് യേശുവിൻ്റെ രക്തം. അത് വിശ്വസിക്കുക മക്കളെ. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ രോഗങ്ങളിലേക്കും യേശുവിൻ്റെ രക്തം വിളിച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ കഴുകണമേ. എല്ലാ പാപത്തിന്റെ കെട്ടുകളും അഴിച്ച് സൗഖ്യം ആവശ്യമുള്ളവരെ കർത്താവെ സുഖപ്പെടുത്തണമേ. പാപം മൂലം രോഗികളായി തീർന്നവര്, അശുദ്ധി മൂലം രോഗികളായി തീർന്നവര്, കർത്താവെ ദൈവ നിഷേധം മൂലം രോഗികളായി തീർന്നവര്, ദൈവ ഭയമില്ലാതെ ജീവിച്ചതുകൊണ്ട് രോഗികളായി തീർന്നവരെ കർത്താവെ നിന്റെ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ഈ രാത്രികാലം നമ്മെ ഒരുമിച്ച് ചേർത്ത കർത്താവിന് നന്ദി പറയാം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ
നൽകി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ യാചിച്ച നിമിഷങ്ങളായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകി കഴിഞ്ഞു. നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെ, സ്വകാര്യ സങ്കടങ്ങളെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമുക്കും നമ്മുടേതായ വേദനകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ സങ്കടങ്ങൾ നമ്മളുള്ളിൽ കൊണ്ട് നടക്കുന്നില്ലേ? ആരുമില്ലാത്തതിൻ്റെ വേദനയും ഭാരമൊക്കെ ഉള്ളിലുള്ളവരുണ്ടാകാം. കൂടെയുള്ളവർ പോലും മനസ്സിലാക്കാത്തതിൻ്റെ സങ്കടമുള്ളവരുണ്ടാകാം. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ജീവിതം എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ, ആയില്ലല്ലോ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായി, എന്താ എൻ്റെ കുടുംബം ഇങ്ങനെയായി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും നിരന്തരം ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവരൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മോടൊപ്പം ഈ രാത്രികാലം ഈ ആരാധനയിലും ഈ ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേകായിരങ്ങളുണ്ട്. ഈശോയെ, അവരെയും അവരുടെ നിയോഗങ്ങളെയും ഇപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഉയർത്തുന്നു. ഇനിയും ചില പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ നിന്റെ പറ്റാത്ത കാരുണ്യം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രതിപക്ഷം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഒക്കെ സമർപ്പിക്കുക. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ആരെയൊക്കെ മനസ്സിൽ കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ കണ്ടു പ്രാർത്ഥിക്കുക. ദത്തെടുക്കുക. ഈ മകനെ, മകളെ, കുടുംബത്തിൻ്റെ പ്രത്യേക അവസ്ഥയൊക്കെ നമ്മൾ ആത്മനായി എടുത്ത് ആ വിഷയത്തെ പ്രത്യേകം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. നിശ്ചയമായിട്ടും കർത്താവ് ഇടപെടും. ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ആ ബോധ്യത്തോടെ ഏതെല്ലാം വിഷയങ്ങളിൽ അത്ഭുതം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന.